ഇന്നലെ കേട്ട വാർത്ത തിരുവനന്തപുരത്തും വയനാട്ടിലുമായി 2 പേരെ ആന കുത്തിക്കൊന്നു. അതിനു മുമ്പുള്ള ഒരു ദിവസം കേട്ട വാർത്ത ഒരാൾ കൂടി ആനയുടെ ചവിട്ടേറ്റ് മരിച്ചു. ഒരാഴ്ചയിൽ 4 മരണം. ഈ കഴിഞ്ഞ ഏകദേശം 1 വർഷം കൊണ്ട് 125 പേരിലധികമാണ് കേരളത്തിൽ ആന ചവിട്ടി കൊന്നവരായിട്ടുള്ളത്. അവർക്ക് വേണ്ട നഷ്ടപരിഹാരം അവരുടെ ആശ്രിതർക്ക് വേണ്ട സഹായമോ ഇന്ന് വരെ ലഭിച്ചിട്ടില്ല. ഏറ്റവും ദയനീയമായൊരു വാർത്ത നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണുമായിരിക്കും. കടുവ ഒരമ്മയെ കടിച്ച് കൊന്ന് തിന്നു. അതിൻ്റെ കടുവയുടെ ഉള്ളിൽ ഉദരത്തിൽ കിടക്കുന്ന സ്വർണ്ണമാല തിരിച്ചറിയാൻ വേണ്ടി കുഞ്ഞുങ്ങളുടെ തിരിച്ചറിയൽ പരേഡ് നടത്തിയ ഒരു സംസ്ഥാനമാണ് കേരളം. ഇതിൽ പരം ദയനീയമായൊരു വാർത്ത നമുക്ക് കേൾക്കാനില്ല. കേരളം പോലെ ഇത്രയും ഭീകരമായൊരു അന്തരീക്ഷം സൃഷ്ടിച്ച ഒരു സംസ്ഥാനം ഇന്ത്യയിലില്ല. ലോകത്തിലെല്ലായിടത്തും വനഭൂമിയുണ്ട്. കേരളത്തിൻ്റെ ഭൂമിയുടെ 30% വനഭൂമിയാണ്. ആളുകൾ താമസിക്കുന്നതെല്ലാം ജനവാസ കേന്ദ്രങ്ങളിലാണ്. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആനയും കടുവയും ഇറങ്ങി മനുഷ്യനെ കൊന്നു തിന്നുന്നതിന് അറുതി വരുത്തേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും എല്ലാമാണ്. കേരളത്തിൻ്റെ സമീപത്തുള്ള സംസ്ഥാനങ്ങളിലെല്ലാം വ്യക്തമായ നിയമനിർമ്മാണങ്ങളുണ്ട്. ആരെങ്കിലും ആന ചവിട്ടി കൊന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ സാധാരണമല്ല, അസാധാരണമായി സംഭവിച്ചാൽ അവർക്ക് 25 ലക്ഷം രൂപയാണ് ആശ്രിത കുടുംബങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളൊരു പക്ഷേ പത്രത്തിൽ കേട്ടുകയാണ്, ഉത്തർപ്രദേശിൽ 3500 പേരെ പാമ്പ് കടിച്ചു. ആ പാമ്പ് കടിച്ചതിന് മാത്രം അവർക്ക് ലഭിച്ച ഓരോ കുടുംബത്തിനും ലഭിച്ച നഷ്ടപരിഹാരം 4 ലക്ഷം രൂപ വീതമാണ്. മഹാരാഷ്ട്രയിൽ 2022 മുതൽ 25 ലക്ഷമാണ് വന്യജീവി ആക്രമണങ്ങൾക്ക് നഷ്ടപരിഹാരമായി കൊടുക്കുന്നത്. ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും ഇത് നിയമമായി കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് കേരളത്തിൽ ഇത് നിയമമാകുന്നില്ല? കേരളത്തിൽ 2018 10 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി കൊടുക്കാൻ സംസ്ഥാന ഗവൺമെൻറ് തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൻ്റെ നിയമനിർമ്മാണം പോലും നടത്തിയിട്ടില്ല. ആളുകൾക്ക് ആ നഷ്ടപരിഹാരം കിട്ടിയിട്ടുമില്ല. 2023 കേന്ദ്ര ഗവൺമെൻറ് 10 ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് 1 ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു. ഇനി സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ആയി കേരളത്തിലെ വന്യജീവി ആക്രമണത്തെ പരിഗണിച്ചിട്ടുണ്ട്. അത് ഗവൺമെൻറ് തന്നെ തീരുമാനമെടുത്തതാണ്. 4 ലക്ഷം രൂപ സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞ് കൊടുക്കണം നിയമമുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ തുക 25 ലക്ഷം രൂപയായി. ഒരു വ്യക്തിക്ക് പോലും കേരളത്തിൽ 25 ലക്ഷം രൂപ കിട്ടിയിട്ടില്ല. അതിൻ്റെ നിയമനിർമ്മാണങ്ങളെക്കുറിച്ചോ നിയമ നടപടികളെക്കുറിച്ചോ ആർക്കും അറിവില്ല. വളരെ വിഷമിച്ച് 4 ലക്ഷം രൂപ വരെയാണ് നഷ്ടപരിഹാരം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നിയമനിർമ്മാണം നടത്തുകയും വന്യജീവി ആക്രമണം തടയുകയും ചെയ്യണം. ഇനി വന്യജീവികൾ മനുഷ്യരെ ആക്രമിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, കൃഷിയിടങ്ങൾ മുഴുവൻ നശിപ്പിക്കുകയാണ്. മനുഷ്യൻ്റെ സ്വത്തിനും ജീവനും സുരക്ഷിതത്വമില്ലാത്ത ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നിവിടെ ആരംഭിച്ച ഈ പ്രതിഷേധ റാലി കേരളമാകെ കത്തിപ്പടരണം. കേരളത്തിലെല്ലായിടത്തും ജനങ്ങൾ ഉണരണം. അങ്ങനെ ഉണർന്നു കഴിയുമ്പോൾ സുപ്രീം കോടതിയും ഹൈക്കോടതിയും സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റിന് പരിഹാരമുണ്ടാക്കും. കേരളത്തിൽ വനമില്ലാഞ്ഞിട്ടല്ല, ഏത് സംസ്ഥാനത്തേക്കാൾ അധികം വനഭൂമിയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ കപട പ്രകൃതിവാദികളുടെ പ്രകടനം നിമിത്തമാണ് ഇന്ന് ഈ ദുരവസ്ഥയിലേക്ക് വന്നിട്ടുള്ളത്. ഞാൻ ഒരിടത്തും കേട്ടിട്ടില്ല ഒരു പ്രകൃതി സ്നേഹിയെങ്കിലും ഇതിനെതിരെ ശബ്ദമുയർത്തിയായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ കപട പ്രകൃതി സ്നേഹികൾ എന്ന് പറഞ്ഞത്. അവർ വന്യജീവികൾക്ക് മനുഷ്യനെ വിട്ടുകൊടുക്കുന്നു. വന്യജീവി ആക്രമണത്തിലൂടെ മനുഷ്യന് സുരക്ഷിതത്വമില്ലാത്ത ഒരു രാജ്യം ലോകത്തിലൊരിടത്തുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമെല്ലാം വന്യജീവികളുണ്ട്, ഫോറസ്റ്റുകളുണ്ട്.
ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ, അവിടെ എഴുതി വയ്ക്കും ഹണ്ടിങ് പെർമിറ്റഡ്, 3 മാസത്തേക്ക് ഹണ്ടിങ് അനുവദിക്കും. കാരണം അവർക്ക് കൃത്യമായ കണക്കുണ്ട് വനത്തിൽ എന്തുമാത്രം വന്യജീവികളുണ്ട്. ആ വന്യജീവികളുടെ സംഖ്യ വർദ്ധിച്ചു കഴിഞ്ഞാൽ അതിനെ വെടിവെക്കാൻ അനുവദിക്കും. വെടിവെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ചെയ്യുന്നത് പോലെ മണ്ണെണ്ണ വെച്ച് കത്തിക്കുകയല്ല ചെയ്യുന്നത്. വെടിവെച്ച് കഴിഞ്ഞാൽ കാട്ടുപന്നിയാണ് ഈ ആളുകൾക്ക് ഭക്ഷിക്കാം. ഭക്ഷിക്കേണ്ട വന്യമൃഗങ്ങളെ ഭക്ഷിക്കാൻ അനുവാദമുണ്ട്. ലോകത്തിൽ നടക്കുന്ന കാര്യമാണിത്. UN അംഗീകരിച്ച കാര്യമാണ്. 3 മാസത്തോളം കള്ളിങ് അനുവദിച്ചിട്ടുണ്ട്, ഹണ്ടിങ് അനുവദിച്ചിട്ടുണ്ട്. ഇവിടെ വനത്തിൽ എത്ര ആനയുണ്ടെന്ന് അറിഞ്ഞുകൂടാ, കടുവ എത്രയുണ്ടെന്ന് അറിഞ്ഞുകൂടാ. അതിനെക്കുറിച്ച് കൃത്യമായ സംഖ്യ തിട്ടപ്പെടുത്തണം. അത് കൂടുതൽ വർദ്ധിച്ചാൽ അത് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങി വരും, ജനങ്ങളെ ആക്രമിക്കും. ഒരു നിയമമില്ലാത്ത രാജ്യം. അതുകൊണ്ട് അടിയന്തിരമായി സംസ്ഥാനം ഇതിന് നിയമനിർമ്മാണം ഉണ്ടാക്കണം. നഷ്ടപരിഹാരം 25 ലക്ഷം രൂപയും എല്ലാ ആശ്രിതർക്കും നൽകണം. അത് ഉടനടി നൽകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പ്രതിഷേധ റാലി. ഈ പ്രതിഷേധം വന്യജീവികളുടെ ആക്രമണത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൽ സംബന്ധിച്ച് എല്ലാവരെയും നന്ദിയോടെ അനുസ്മരിക്കുകയാണ്. എല്ലാവരും ഇതിൽ വളരെ ഊർജിതമായി പങ്കെടുത്ത് വിജയിപ്പിച്ച ഈ റാലി കേരളത്തിൽ ആകമാനം ഒരു ഉണർവുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു.